ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ഒരു മൂളിപ്പാട്ടും പാടി കയ്യിലിരിക്കുന്ന കരിമ്പും കടിച്ചു പിടിച്ചുകൊണ്ട് കയറി വരുന്ന തൻ്റെ മകളെ കണ്ട് വേണുവിൻ്റെ കണ്ണു തുറങ്ങി. തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവരെയൊക്കെ അയാൾ ഒരുതരം വളിച്ച മുഖത്തോട് നോക്കി. ആദ്യമായിരിക്കും ഇങ്ങനൊരു പെണ്ണ് കാണണമെന്ന് അയാൾ മനസ്സിൽ ഓർക്കാതിരുന്നില്ല. മറ്റൊന്നും ശ്രദ്ധിക്കാതെ പാട്ടും പാടി അകത്തേക്ക് കയറി വന്ന ചന്തു അവിടെ ഇരിക്കുന്നവരെയൊക്കെ കണ്ടൊന്ന് സ്റ്റെക്കായി. ഈശ്വര, ഇതെന്തിവിടെ പുരുഷശ്രീയോ? എല്ലാവരും ആണുങ്ങളാണല്ലോ. ആ അറ്റത്തിരിക്കുന്ന രണ്ടും കൊള്ളാം. ആഹാ, എന്താ ഒരു നയനസുഖം. മനസ്സിൽ പറയാനാണ് ഉദ്ദേശിച്ചതെങ്കിലും വോളിയം അല്പം നന്നായിട്ട് തന്നെ കൂടിപ്പോയെന്നുള്ള കാര്യം തൻ്റെ അച്ഛൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഒരു നെടുവീർപ്പോടെ വേണു സ്വയം മുറിഞ്ഞു. എന്താ എല്ലാവരും കൂടി ഇവിടെ? തന്നെ തുറച്ചു നോക്കുന്ന ആളുകളെ കണ്ട് അവൾ അല്പം നിഷ്കുവായി ചോദിച്ചു. അപ്പൊ വേണു, ഞങ്ങൾ ഇറങ്ങുക, ഭാഗ്യക്ക് വിളിച്ചറിയിക്കാം. കൂട്ടത്തിൽ കാരണവരെന്ന് തോന്നിച്ച ആള് ചന്തുവിനൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് വേണുവിനോടായി പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. ഇതെന്തപ്പോ കഥയെന്നും പറഞ്ഞ് മിഴിച്ചു നിന്ന ചന്തുവിന്റെ കയ്യിൽ ആദ്യത്തെ അടി വീണു. ആ അമ്മേ! വേദന കൊണ്ട് അവൾ അറിയാതെ ഒന്ന് കാറിപ്പോയി. ഓസത്തെ, ഇത് മുടക്കി ഓടി. ഗീത അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾക്ക് കാര്യത്തിന്റെ കിടപ്പശം പിടികിട്ടി. അവൾ വേണുവിനും തുറച്ചു നോക്കിയതും അയാൾ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റു. ഓ, എന്താ ചൂട്! ഗീതേ, നീ ഇത്തിരി കഞ്ഞി വിളമ്പിയേ. അയാൾ പതിയെ അമ്മക്കും മകൾക്കും ഇടയിൽ നിന്ന് വലിയ നോക്കി. അച്ചോ! ചന്തുവിന്റെ ദേഷ്യത്തോടെയുള്ള വിളി കേട്ട് പെട്ടു എന്ന ഭാവത്തിൽ അയാൾ പതിയെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ദേ, ഞാൻ അച്ചയോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പരിപാടി നീ എന്നോട് ചോദിക്കാൻ തീരുമാനിക്കില്ലേ എന്ന്. അല്പം ദേഷ്യത്തോടെ ചന്തു അയാളോട് പറഞ്ഞു. അച്ഛനോട് ശബ്ദം ഉയർത്തുന്നോടി. ഗീത അവർക്ക് നേരെ കൈ വാങ്ങിയതും അവൾ വേഗം ഓടിച്ചെന്ന് തൻ്റെ അച്ഛനെ നെഞ്ചിൽ ഒളിച്ചു. ഈശ്വര, ഇതിപ്പോ 6ാമത്തെ ആലോചന ഈ പെണ്ണ് മുടക്കുന്നത്. നല്ലൊരു ബന്ധമായിരുന്നു, പറഞ്ഞിട്ടെന്താ? ഗീത അല്പം സങ്കടത്തോടെ പറഞ്ഞതിന് ചന്തുവിന്റെ മുഖം ബലൂണ് പോലെ പൊരുത്തു. അതിന് ഞാൻ അറിഞ്ഞവിടെ പെണ്ണ് കാണാൻ ആള് വന്നതാണെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ആ ചെക്കനെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. ഇത് കേട്ട് ഗീത അവളൊന്ന് തറപ്പിച്ച് നോക്കി. അല്ലെങ്കിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. സ്വയം പുലമ്പിയിട്ട് ഗീത അടുക്കളയിലേക്ക് തന്നെ ചവിട്ടി തുള്ളി പോയി. ചന്തു ഒളിക്കണ്ടിട്ട് വേണുവിനെ നോക്കിയതും പെട്ടെന്ന് അവളുടെ മുഖത്ത് കുസൃതി മാഞ്ഞ് അവിടെ ഭീതി നിറഞ്ഞു. അച്ചോ! അവൾ അലറി വിളിച്ചതും അടുക്കളയിലേക്ക് പോയ ഗീത വേഗം അങ്ങോട്ട് ഓടി വന്നു. അവിടെ വന്ന ഗീത കൺമുന്നിലെ കാഴ്ച കണ്ട് ആകെ തളർന്നു പോയി. പേടിച്ച് പിറച്ചു നിൽക്കുന്ന നിലയെ കണ്ട് സഹായിക്ക് പാവം തോന്നി. പക്ഷെ ഹീര അവളെ വിടുന്ന മട്ടില്ല. ഡേ, നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഹീര അലറിയതും പേടിയോടെ ഉന്നീരിറക്കിക്കൊണ്ട് നില അരിച്ചരിച്ച് അവൾക്ക് അടുത്തേക്ക് വന്നു. മുഖത്തേക്ക് നോക്കടി. തലയും കുമ്പിട്ടെന്ന നില ഗൗരവത്തോടെയുള്ള ഹീരയുടെ ശബ്ദം കേട്ട് പേടിയോടെ മുഖം ഉയർത്തി. അവൾ ആകെ വെട്ടിപ്പേർക്കുന്നുണ്ട്. സായുള്ളിൽ ചിരിക്കുന്നുണ്ടെങ്കിലും പുറം അവന്റെ മുഖവും ഗൗരവത്തിൽ തന്നെയായിരുന്നു. നീ എന്തിനാ ഇവിടെ ഒളിഞ്ഞു നോക്കിയത്? ഹീര ഗൗരവത്തോടെ ചോദിച്ചതും അവൾ വെട്ടിവീർത്തു. ഞാൻ ഒളിഞ്ഞു നോക്കിയില്ല, ക്ലീൻ ചെയ്യാൻ വന്നതാ. കയ്യിലിരിക്കുന്ന മോപ്പിനെ നന്നായി ഞെരിച്ചുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പിന്നെ ആരെ വായി നോക്കി നിൽക്കുവാടി? വന്ന ജോലി തീർത്തിട്ട് വേഗം പോകാൻ നോക്ക്. ഹീര അലറിയതും പേടിയോടെ അവൾ തലയാട്ടിയിട്ട് വേഗം എങ്ങനെയൊക്കെയോ അവിടെ എല്ലാം വൃത്തിയാക്കി. കഴിഞ്ഞു. തന്നിൽ തന്നെ കണ്ണു മാറ്റാതെ നിൽക്കുന്നവളെ കണ്ട് നില പേടിയോടെ പറഞ്ഞു. ഇനി നിനക്ക് ഈ മുറി വിട്ടു പോകാൻ ഞാൻ ബസ് ബുക്ക് ചെയ്ത് തരണോ? ഹീര അതേ കലിപ്പോടെ ചോദിച്ചതും നില ഇപ്പൊ കരയുന്ന മട്ടായി. വേണ്ട എന്ന് പറഞ്ഞ നില വേഗം ബക്കറ്റും മോപ്പും എടുത്തുകൊണ്ട് അവിടെ നിന്ന് തിരികെ നടന്നു. അവളുടെ പോക്ക് കണ്ട് സായി അറിയാത്തതെന്ന് പുഞ്ചിരിച്ചു പോയി. സായി, മതിയടാ അവളെ നോക്കി ഊറ്റിയത്. തൽക്കാലം നീ അതൊക്കെ മാറ്റി വെച്ചിട്ട് നീ ആ ജീവനെ ചെന്നൊന്ന് കാണണം. നമ്മുടെ പുതിയ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടതിൽ അവൻ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അന്വേഷിക്കണം. അറിയാലോ, പൃഥ്വി കൂടെയില്ലാത്ത സമയം ഞാനൂലും തല പൊക്കും. ഹീര സായിയോട് പറഞ്ഞതും അവൻ ശരിയെന്ന പോലെ തലകുലുക്കി. അപ്പോൾ ഇരുവരുടെയും മുഖത്ത് നിറഞ്ഞത് വന്യത മാത്രമായിരുന്നു. അച്ഛാ! മൂക്കിലൂടെ ഈ രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന വേണുവിനെ ചന്തു വേഗം കസേരയിലേക്ക് ഇരുത്തി. ഗീത വേഗം നിന്ന് മെഡിസിൻ ബോക്സിൽ നിന്നും അയാൾക്കുള്ള മരുന്നെടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, മരുന്ന് മുടക്കരുതെന്ന്. ഗീത സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് മരുന്ന് കുടിപ്പിച്ചു. ചന്ത ഏങ്ങിക്കറിയുന്നത് കണ്ട് അയാൾ അവളുടെ തലയിൽ പതിയൊന്ന് തലോടി. അച്ഛക്കൊന്നുമില്ലടാ, എന്റെ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് വരെ അച്ഛക്കൊന്നും വരില്ല. അയാൾ സങ്കടത്തോടെ പറഞ്ഞതും ചന്ത പൊട്ടിക്കരഞ്ഞു. ഗീതക്കും ആകെ സങ്കടമായി. ബ്ലഡ് ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന തന്റെ ഭർത്താവിനെ അവർ വേദനയോടെ നോക്കി. എനിക്ക് കല്യാണത്തിന് സമ്മതാണച്ചോ. അച്ഛ പറയുന്ന ആരെയും ഞാൻ കെട്ടിക്കോളാം.
ഞങ്ങളെ വിട്ട് പോകല്ല അച്ചോ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അയാൾക്ക് സങ്കടമായി. കരയില്ല ബാവേ, അറിയാം നിനക്ക് വിവാഹം കഴിക്കാനുള്ള പക്വതൊന്നും ആയിട്ടില്ലെന്ന്. പക്ഷെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാ പിന്നെ നിന്റെ അമ്മയെ കൊണ്ട് ഒറ്റക്കൊന്നും പറ്റില്ലടാ. അതുകൊണ്ടാ അച്ഛങ്ങനെ ധൃതി കൂട്ടുന്നത്. വേണു ചന്തുവിന്റെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. അറിയാച്ചോ, അതുകൊണ്ട് ഇനി അതൊന്നോത്ത് സങ്കടപ്പെടേണ്ട. മരുന്ന് കഴിച്ചപ്പോഴേക്കും വേണു ഓക്കെയായിരുന്നു. അയാൾ ചന്തുവിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. സൂര്യ കുളിച്ചു മാറി വന്നതും അവനെ നെഞ്ചിലേക്ക് മിസൈൽ പോലെ എന്തോ പാഞ്ഞു വന്ന് വീണു. ആദ്യം അവനൊന്ന് പതറിയെങ്കിലും പിന്നീട് അവൻ ആ കുഞ്ഞിപ്പെണ്ണെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ കൂടുതൽ തന്നോട് ചേർത്തു. അയ്യേ, എന്റെ കുട്ടിക്ക് അറിയാ, എത്ര നാളായി ഏട്ടനൊന്ന് കണ്ടിട്ട്. ഇനി ഞാൻ ജോലിക്ക് പോകണ്ട ഏട്ടാ. അവളുടെ പരിഭവം കേട്ട് അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ഏട്ടൻ ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെ കാണും. ദേ, നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി ചോക്ലേറ്റ്സും ഉടുപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിന് സന്തോഷമായോ? സൂര്യ പറയുന്നത് കേട്ട് ലച്ചു സന്തോഷത്തോടെ ആയെന്ന് തലയാട്ടി. എന്റെ പെണ്ണെ, നീ ആ ചെക്കനെ കുറച്ച് ശ്വാസം വിടാൻ സമയം കൊടുക്ക്. അവൻ ഇനി ഇവിടെ തന്നെ കാണും. ബാൻ അവിടേക്ക് വന്ന് പറഞ്ഞതും ലച്ചു അവരെ നോക്കി മുഖം കൂട്ടി. തൻ്റെ അനിയത്തിയുടെ കുറുമ്പ് നിറഞ്ഞ ഭാവം കണ്ട് അവന്റെ ചൊടികൾ മനോഹരമായി വിടർന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബാനു തന്നെ വർണ്ണയുടെ കാര്യം എടുത്തിട്ടു. ലച്ചുവിനത് കേട്ട് കുറച്ച് സങ്കടമായി. കാരണം അവൾ ചന്തുവിനെ തൻ്റെ എടുത്തിയായി മനസ്സിൽ നിറച്ചിരുന്നു. എങ്കിലും ലച്ചു ആരോടും മറുത്തൊന്നും പറഞ്ഞില്ല. വർണ്ണയെ അവൾക്ക് അത്ര പിടുത്തില്ലായിരുന്നു. സൂര്യ എല്ലാം അമ്മയുടെ ഇഷ്ടമെന്ന് പറഞ്ഞതും ബാനുവിന് സന്തോഷമായി. അന്നത്തെ ആ ദിവസം അവൻ തൻ്റെ കുടുംബത്തോടൊപ്പം വല്ലാതെ ആസ്വദിച്ചു. വീടിന് പുറത്ത് തൻ്റെ അമ്മ ചുമക്കുന്ന ശബ്ദം കേടുന്നും കല്ല് ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. ദേഹം മുഴുവനും നീറിപ്പുകഞ്ഞു. അവൾക്ക് നേരെ നിൽക്കാൻ പോലും ഭയം തോന്നി. ജിത്തു സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച വയറും മാറുമെല്ലാം അവളെ കൂടുതൽ തളർത്തി. തൻ്റെ അമ്മ ഒന്നും അറിയാവുന്ന ചിന്തയിൽ ആ കുഞ്ഞിപ്പെണ്ണ് തൻ്റെ വേദനകളെല്ലാം മറന്നുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി. കല്ലു! പണിക്ക് കൊണ്ടുപോയ സഞ്ജു ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ട് സീത നീട്ടി പിടിച്ചു. ഈ കുട്ടി ഇതെവിടെ പോയി? മുറ്റത്തെ കിണറ്റിൻകരയിൽ നിന്നും ഒരു തൊട്ടി വെള്ളം കയറിട്ട് വലിച്ചു കോരുന്നിടയിൽ സീത സ്വയം മുറിഞ്ഞു. കല്ലു പെട്ടെന്ന് തന്നെ കുളിച്ചു വൃത്തിയായി കയ്യിൽ കിട്ടിയ ഒരു ഉടുപ്പും എടുത്തിട്ട് കൊണ്ട് ഉമ്മറത്തേക്ക് ഓടി. എവിടെയായിരുന്നു കുട്ടി നീ? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാ നിന്നെ? അല്പം മുഷ്ടിലോടെ സീത ചോദിച്ചു. ഞാൻ കുളിക്കാനമ്മേ. പതിഞ്ഞ ശബ്ദത്തിൽ കല്ലു മറുപടി പറഞ്ഞു. അറിയാലോ, എനിക്ക് നീയേ ഉള്ളൂ. ചേച്ചിയെ പോലെ അനിയത്തിയും കൂടി ഈ അമ്മയുടെ നെഞ്ചിലിട്ട് കുത്തരുത്. അത് കേട്ടതും കല്യാണിയുടെ മുഖം താഴ്ന്നു പോയി. ജിത്തുമോൻ ഇന്ന് വന്നിരുന്നു അല്ലേ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് കല്ലൂന് ആകെന്ന് വിറച്ചു. ആ പേര് പോലും അവളിൽ വിറയിൽ തീർത്തു. ശരീരത്തിലെ പുകച്ചിൽ ഇപ്പോഴും അവളെ ഭീതിപ്പെടുത്തി. എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് പച്ചക്കറി കൊണ്ടുവരാന്ന്. പാവം കുട്ടി. ജിത്തുവിനെ കുറിച്ച് അവർ പറയുന്നത് കേട്ട് കല്ലൂന് സങ്കടം തോന്നി. അല്ലേലും അവനേ ഉള്ളൂ നമ്മളോട് ഇത്തിരി സ്നേഹം. നല്ല മനസ്സാവന്. ആ ചെക്കൻ്റെ മനസ്സ് തകർത്തൊടിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയ നിന്റെ ചേച്ചിയില്ലേ, ഒരിക്കലും കോണം പിടിക്കില്ല അവള്. ഇന്നെന്നെ വിളിച്ചിരുന്നു ആ എണ്ണം കെട്ടവള്. എന്തിനാ? ചത്തോന്നറിയാനായിരിക്കും തന്റെ നായിന്റെ മോള്. ആ ദേഷ്യത്തിൽ എന്റെ ഫോൺ എടുത്ത് എറിഞ്ഞതാ. പുല്ല്, അതും പൊട്ടി. ദേഷ്യത്തോടെ കയ്യിലിരിക്കുന്ന പൊട്ടിയ പഴയ നോക്കിയ ഫോണും തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് സീത പറയുമ്പോൾ കല്ലുവിന്റെ കുഞ്ഞു ഹൃദയം സങ്കടം കൊണ്ട് വീർത്തുമുട്ടി. തന്റെ ചേച്ചിയെങ്കിലും ആ പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്നോർത്ത് ആ കുഞ്ഞിപ്പെണ്ണ് ആശ്വസിച്ചു. അപ്പോഴും ആ പാവം അറിഞ്ഞിരുന്നില്ല ആ ചെകുത്താന്റെ വിത്ത് തന്റെ ഉദരത്തിൽ ജന്മം കൊണ്ടുവന്ന സത്യം. 3-4 ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് വർണ്ണയുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിക്കാനായി നാരായണനും കുടുംബവും പോകുന്നത്. അതിന്റെ ഒരുക്കത്തിലാണ് എല്ലാവരും. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ലച്ചുവും ഒരുങ്ങിയിറങ്ങി. ചുവന്ന ഷർട്ടും കാവ്യമുണ്ടും നെറ്റിയിൽ എപ്പോഴുമുള്ള ചന്ദനക്കുറിയും കട്ടത്താടിയും മുടിയും ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യവുമായി ഒരുങ്ങിയിറങ്ങി വരുന്ന സൂര്യയെ കണ്ട് ലച്ചുവിന് ഒത്തിരി സന്തോഷം തോന്നി. നാരായണനെയും കൊണ്ടുപോകേണ്ടത് കൊണ്ട് അവരെല്ലാവരും കൂടി ഒരു ടാക്സിയിലാണ് അവിടേക്ക് പുറപ്പെട്ടത്. വർണ്ണമെന്ന സ്വർണ്ണലിപികളിൽ എഴുതിയ ആ നാട്ടിലെ തന്നെ വലിയ വീട്ടുമുറ്റത്തേക്കാണ് അവരുടെ ടാക്സി വന്നു നിന്നത്. സെക്യൂരിറ്റിക്ക് നാരായണനെയും കുടുംബത്തെയും മുൻപേ തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ അവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ആ വീട് കണ്ട് സൂര്യക്ക് എന്തോ അസ്വസ്ഥത തോന്നി. എങ്കിലും വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി അവൻ എല്ലാത്തിനും മൗനമായി നിന്നു കൊടുത്തു. നാരായണ സൂര്യ തന്റെ കയ്യിൽ കോരിയെടുത്തുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയതും മോഹനും മഞ്ജുവും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി. അല്ല, സൂര്യമോൻ എപ്പോഴാ വന്നത്? മഞ്ജു സ്നേഹത്തോടെ സൂര്യയോട് വിശേഷങ്ങൾ തിരക്കി. 2 ദിവസം കഴിഞ്ഞു. വളരെ സൗമ്യമായി തന്നെ അവൻ മറുപടി കൊടുത്തു. അപ്പോഴാണ് മുകളിലെ നിലയിൽ നിന്നും വർണ്ണ സ്റ്റെയറിംഗ് വന്നത്. അവളെ കണ്ടത് ഭാനുവിന്റെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി. വളരെ ചെറിയൊരു ബനിയനും ഷോർട്സുമാണ് അവളുടെ വേഷം. ഹായ്, സൂര്യൻ എപ്പോൾ വന്നു? എങ്ങനെയുണ്ട് ജോബൊക്കെ?
എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് വർണ്ണ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൂര്യയോട് ചോദിച്ചു. ആ, കുഴപ്പമില്ലാതെ പോന്നു. സ്വതവേയുള്ള പുഞ്ചിരിയോടെ തന്നെ സൂര്യ അവൾക്ക് മറുപടി നൽകി. ലച്ചു പതിയെ സൂര്യയുടെ കയ്യിലൊന്ന് തോന്നി. അവനവളെ എന്തോന്ന് പോലെ നോക്കിയതും ലച്ചു അവനെ ആക്കിയൊന്ന് ചിരിച്ചു. അത് കണ്ട് സൂര്യ അവളെ നോക്കി കണ്ണു പൂപ്പിച്ചു. മോഹ, ഞങ്ങൾ വന്നത് സൂര്യയ്ക്ക് വേണ്ടി വർണ്ണമോളെ ചോദിക്കാനാ. ഒന്നില്ലെങ്കിലും അവന്റെ മുറപ്പെണ്ണല്ലേ വർണ്ണ. അല്പം മടിയോടെയാണെങ്കിലും നാരായണൻ കാര്യം അവതരിപ്പിച്ചു. എന്താ? മഞ്ജുരു ഞെട്ടലോടെ ചോദിച്ചു. മോഹനും വർണ്ണയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നീട് അവർ അച്ഛനും മോളും പൊട്ടിച്ചിരിച്ചു. എന്തൊക്കെയാ ചെറിയച്ഛൻ നിങ്ങൾ ഈ പറയുന്നത്? സൂര്യയെ ഞാൻ കല്യാണം കഴിക്കാനോ? അതിന് എന്നെപ്പോലൊരു പെണ്ണിനെ കെട്ടാൻ എന്ത് യോഗ്യതയാ ഇവനുള്ളത്? വർണ്ണയുടെ ആക്ഷേപം നിറഞ്ഞ ചോദ്യം കേട്ട് ഭാനു ആകെ ഇല്ലാതായതുപോലെയായി. അവർക്ക് തന്റെ മകനെയും ഭർത്താവിനെയും നോക്കാൻ പോലും മടി തോന്നി. എന്റെ പൊന്നു ഭാനു, നീ എന്റെ അനിയത്തി ആയതുകൊണ്ട് മാത്രമാ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റുന്നത് തന്നെ. നീയൊക്കെ പോയാൽ പിന്നെ 2 തവണയെങ്കിലും ഞാൻ ഈ വീട് മുഴുവൻ അടിച്ചു തെളിക്കും. വേറെ ഏതെങ്കിലും ലോ ക്ലാസ് ആയിരുന്നെങ്കിൽ ആ ഗേറ്റിന് വെളിയിൽ പോലും നിൽക്കാൻ അനുവദിക്കില്ല ഞാൻ. മോഹൻ പുച്ഛത്തോടെ പറഞ്ഞ് ബാലുവിന്റെ മിടികൾ നിറഞ്ഞു. മഞ്ജുവിന് മാത്രം അവരെ ഒത്ത് സങ്കടം തോന്നി. തന്റെ ഭർത്താവിനെയും മകളെയും തന്നോളം പറഞ്ഞ് മറ്റാരുണ്ട്? ഏയ് സൂര്യ, നിന്റെ ജോലി എന്തായിരുന്നു? ആ, ഏതോ വലിയ കമ്പനിയിൽ വെറും ഒരു എംപ്ലോയി. ഡ്രൈവറാണോ അതോ ക്ലീനിങ് ആണോ? ആ, അതെന്തെങ്കിലും ആകട്ടെ. ഈ വർണ്ണയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയോ നിനക്ക്? സൂര്യക്ക് നേരെ പുച്ഛത്തോടെ ചോദിക്കുന്ന വർണ്ണയെ കണ്ട് ലച്ചു തന്റെ ഏട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കി. മുഖം കുനിച്ചാണ് ഇരിപ്പെങ്കിലും ഇപ്പോഴും ആ പഴയ ശാന്തതയും ചുണ്ടിലെ ചെറിയ പുഞ്ചിരിയും അതുപോലെ തന്നെയുണ്ട്. പിന്നെ ഇവനാണത്തെന്ന് പറയുന്ന സാധനമുണ്ടോ? ആരെന്ത് പറഞ്ഞാലും തലയും കുനിച്ച് കേട്ട് നിന്നോളും കിഴകൻ. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഈ ഇരിക്കുന്ന ലച്ചുവിന് ഒരിക്കലും അമ്പലത്തിൽ വെച്ച് ഒരുത്തിന് കയ്യിൽ കയറി പിടിച്ചു. അവനിട്ട് അവളൊന്ന് പൊട്ടിച്ചതിന് പബ്ലിക്കായി അവനോളെ കയറി കിസ്സടിച്ചു. ഓ, ഞങ്ങളൊക്കെ കരുതി കൂടെ നിൽക്കുന്ന ബ്രദറായ സൂര്യ അവനിട്ട് കൊടുക്കുന്നു. എവിടുന്ന്? പകരാൻ നാറിയോട് പെങ്ങൾ അവനെ തല്ലിയതിന് ക്ഷമയും ചോദിച്ചു വന്നു. പോട്ടൻ, നിന്റെ കൂടെയൊക്കെ ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കുന്ന? ലച്ചുവിന്റെ കണ്ണു നിറഞ്ഞു. അവൾ സൂര്യയെ നോക്കി. അവന്റെ മുഖത്ത് ഇപ്പോഴും അതേ ചിരിയുണ്ട്. ആ ചിരിയിൽ ഒളിച്ചിരിക്കുന്ന വേദന മനസ്സിലാക്കി ലച്ചു വേഗം ഇരുന്നിടന്നും ചാടി എഴുന്നേറ്റു.